നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ SS2 രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നു. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, നോട്ടൊക്കെ എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഉഷ്ണമേഖലയിലെ കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കിന്ന് ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾക്ക് മെഡിറ്ററേനിയൻ കാലാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുഭാഗത്തുമുള്ള പ്രദേശങ്ങളെയാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടുന്നുണ്ട്. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി വരെ താപനില അനുഭവപ്പെടാറുണ്ട്. ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില. ശൈത്യകാലത്ത് 35 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു എന്നതാണ് ഈ മേഖലയെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ മറ്റു കാലാവസ്ഥാ മേഖലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ശൈത്യകാലത്ത് 35 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാറുണ്ട്. ശൈത്യകാല മഴ എന്താണ് ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. ശൈത്യകാല മഴ ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പം മെഡിറ്ററേനിയൻ കടലിൻ്റെ പ്രദേശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവക്ക് പുറമെ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റു ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ എന്താണ് 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലും എന്താണ് മറ്റു ചില പ്രദേശങ്ങളിലും ഇതേപോലെയുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെ എല്ലാം ചേർത്ത് പൊതുവായി മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ. അവിടെയുള്ള പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ആ ഭാഗത്ത് കൂടാതെ എന്താണ് 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റു പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള കാലാവസ്ഥകൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെ എല്ലാം ചേർത്തുകൊണ്ടാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നത്. നമ്മൾക്കിവിടെ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മെഡിറ്ററേനിയൻ കടൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. മെഡിറ്ററേനിയൻ കടലിൻ്റെ ചുറ്റുഭാഗത്തും എന്താണ് ആ ഒരു ഏരിയ വേറൊരു ഷെയ്ഡ് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ. ഇവ കൂടാതെ ആ ഒരു മെഡിറ്ററേനിയൻ കടലിന് ചുറ്റും കൂടാതെ എന്താണ് നമുക്ക് നമ്മുടെ അക്ഷാംശ രേഖ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടക്കാണ് വരുന്നത്. ആ വരുന്ന പ്രദേശങ്ങളിലും എന്താണ് സമാനമായിട്ടുള്ള കാലാവസ്ഥകൾ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ഇവിടേക്ക് ഈ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ആഫ്രിക്കയുടെ തലപ്പ് കണ്ടോ. അതുപോലെ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്കയിലൊക്കെ ഈ സമാനമായിട്ടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ ഇത് ഏത് അക്ഷാംശങ്ങൾക്കിടയിലാണ് വരുന്നത്? 30 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും അക്ഷാംശങ്ങൾക്കിടയിൽ വരുന്ന പ്രദേശങ്ങളിലും ഈ മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാണപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു പോയിന്റാണ്. കാരണം പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണം. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് എന്താണ് തെറ്റാക്കി തരാം അല്ലേ. പശ്ചിമവാദങ്ങൾക്ക് പകരം അവിടെ എന്താണ് വാണിജ്യവാദങ്ങളെന്നോ ധ്രുവീയവാദങ്ങൾ എന്നൊക്കെ നമുക്ക് തെറ്റാക്കി സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിക്കാം PSC. അപ്പോൾ പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടാറില്ല. മഴയുടെ അളവ് കുറവായതിനാൽ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനങ്ങളൊന്നും എന്താണ് ഈ മേഖലയിൽ കാണപ്പെടാറില്ല.
ഓക്ക്, സിക്കോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളുമാണ് ഇവിടെ കാണപ്പെടുന്നത്. ഓക്ക്, സിക്കോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളുമാണ് അതുപോലെ കുറ്റിച്ചെടികളുമാണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. സാധ്യമായ ഇടങ്ങളിൽ ധാന്യകൃഷിയും കണ്ടുവരുന്നു. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. സാധ്യമായ ഇടങ്ങളിൽ എന്താണ് ധാന്യകൃഷിയും കണ്ടുവരുന്നുണ്ട്. കാലാവസ്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. കാലാവസ്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെയാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. ലോകത്തിൽ വൈൻ ഉൽപാദനത്തിൽ മുമ്പിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. ലോകത്തിൽ വൈൻ ഉൽപാദനത്തിൽ മുമ്പിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നാരകഫലങ്ങളുടെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. നാരക ഫലങ്ങളുടെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഉഷ്ണമേഖലയിലേതുപോലെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം തീരെ കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ കാണപ്പെടുന്നു. അപ്പോൾ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം തീരെ കുറവാണ്. അതായത് സമുദ്രത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ എപ്പോഴും സമുദ്രത്തിന്റെ സ്വാധീനം കുറവായിരിക്കും. അപ്പോൾ ഉഷ്ണമേഖലയിലുള്ളതുപോലെ തന്നെ മിതോഷ്ണ മേഖലയിലും ഉൾപ്രദേശങ്ങളിൽ സമുദ്ര സ്വാധീനം വളരെ കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ പ്രദേശങ്ങളാണ് മിതോഷ്ണ പുൽമേടുകൾ. ഇനി മിതോഷ്ണ പുൽമേടുകൾ നോക്കാം. ഇരു അർദ്ധഗോളങ്ങളിലുമായി 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം. അപ്പോൾ മിതോഷ്ണ പുൽമേടുകളുടെ സ്ഥാനം എവിടെയാണ്? ഇരു അർദ്ധഗോളങ്ങളിലുമായി 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകൾ കാണപ്പെടുന്നത്. ഇവ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ മിതോഷ്ണ പുൽമേടുകളെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. നോക്കാം നമുക്ക് വ്യത്യസ്ത പേരുകൾ. മിതോഷ്ണ പുൽമേടുകൾ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏഷ്യയിലെ സ്റ്റെപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ സ്റ്റെപ്പി എന്നാണ് നമ്മുടെ മിതോഷ്ണ പുൽമേടുകൾ അറിയപ്പെടുന്നത്. അതുപോലെ ആഫ്രിക്കയിൽ വെൽഡ് എന്നും, തെക്കേ അമേരിക്കയിൽ പാമ്പാസ് എന്നും, വടക്കേ അമേരിക്കയിൽ പ്രയറി എന്നും, ഓസ്ട്രേലിയയിൽ ഡൗൺസ് എന്നും അറിയപ്പെടുന്നു. ഇത് നന്നായിട്ട് നോക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ നമുക്ക് എ കോളം ബി കോളം വന്നിട്ട് അങ്ങനെയുള്ള അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഉണ്ടല്ലോ, ക്ക് വരാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യയിൽ സ്റ്റെപ്പി എന്നാണ് മിതോഷ്ണ പുൽമേടുകൾ അറിയപ്പെടുന്നത് എങ്കിൽ വടക്കേ അമേരിക്കയിൽ പ്രയറി എന്നും, തെക്കേ അമേരിക്കയിൽ പാമ്പാസ് എന്നും, ആഫ്രിക്കയിൽ വെൽഡ് എന്നും, ഓസ്ട്രേലിയയിൽ ഡൗൺസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രയറി ലോകത്തിന്റെ ധാന്യ കലവറ. നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. വടക്കേ അമേരിക്കയിലെ ഒരു മിതോഷ്ണ പുൽമേടായ പ്രയറി പുൽമേടുകളെയാണ് ലോകത്തിന്റെ ധാന്യ കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത്. വടക്കേ അമേരിക്കയിലെ ഒരു മിതോഷ്ണ പുൽമേടായ പ്രയറി പുൽമേടുകളെയാണ് ലോകത്തിന്റെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന പുൽമേട് ഏതാണ്? പ്രയറി പുൽമേട്. അല്ലെങ്കിൽ പ്രയറി പുൽമേട് കാണപ്പെടുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിൽ. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചിരിക്കുന്ന ഈ വിശാല പുൽമേടിലെ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിൽ ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ ധാന്യകൃഷി ചെയ്തു വരുന്നു. ഗോതമ്പാണ് പ്രധാന വിള. മിതമായ താപനിലയും മഴ ലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമാക്കുന്നു. വൻതോതിലുള്ള ഗോതമ്പ് ഉൽപാദനമാണ് പ്രയറി പുൽമേടുകളെ ലോകത്തിന്റെ ധാന്യ കലവറ എന്ന വിശേഷണത്തിന് അർഹമാക്കിയത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വിളവ് ചെയ്തത് ഏതാണ്? ഗോതമ്പാണ്. മിതോഷ്ണ പുൽമേടുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കാണപ്പെടുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനമാണ്. മിതോഷ്ണ പുൽമേടുകൾ നമ്മൾ പറഞ്ഞില്ലേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥാ സവിശേഷതകൾ എന്താണ്? ഏറെക്കുറെ സമാനമാണ്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥാ പ്രത്യേകത.
നല്ലൊരു പോയിന്റാണ്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥാ പ്രത്യേകത. ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശൈത്യകാല താപനില. ഇവിടെ 25 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. മഴ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിൽ സസ്യജാലങ്ങളിലും പ്രകടമാണ്. മഴ കുറവായതിനാൽ മരങ്ങളും കുറവാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് കൂടുതലായും കണ്ടുവരുന്നത്. മിതോഷ്ണ പുൽമേടുകളിൽ സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായതിനാൽ ഈ മേഖലയിൽ ധാരാളം ഇടയ ജനവിഭാഗങ്ങളുണ്ട്. അപ്പം മിതോഷ്ണ പുൽമേടുകൾ സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായതിനാൽ ഈ മേഖലയിൽ ധാരാളം ഇടയ ജനവിഭാഗങ്ങളുമുണ്ട്. ഇന്ന് പുൽമേടുകൾ വ്യാപകമായ രീതിയിൽ കൃഷിഭൂമികളായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യാവസായികാടിസ്ഥാനത്തിൽ യന്ത്രവൽകൃത രീതിയിലുള്ള ധാന്യകൃഷിയും മൃഗപരിപാലനവും ഈ മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ സവിശേഷതകൾക്കനുസരിച്ചാണ് ഓരോ മേഖലയിലെയും സസ്യജാലങ്ങളും ജനജീവിതവും രൂപപ്പെടുന്നത്. എങ്കിലും കാലത്തിനനുസരിച്ച് കൈവരിക്കുന്ന സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി മനുഷ്യർ പല മേഖലകളുടെയും സ്വാഭാവിക സവിശേഷതകളിൽ മാറ്റം വരുത്തുന്നു. സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായിരുന്ന മിതോഷ്ണ പുൽമേടുകൾ വ്യാവസായികാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷിയും മൃഗപരിപാലനം നടത്തുന്ന ഇടങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടത് ഇതിന് ഉദാഹരണമാണ്. ജനസംഖ്യയും മനുഷ്യന്റെ ആവശ്യങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് സാധ്യമായ പ്രദേശങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഇനി കാലാവസ്ഥാപരമായി ഏറെ ദുഷ്കരമായ ശൈത്യമേഖലകളുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകള് ജനജീവിതമൊക്കെ പരിശോധിക്കാം. ആദ്യത്തേതാണ് ടൈഗേ മേഖല. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണിത്. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണ് ടൈഗേ മേഖല. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും ഇവിടെ അനുഭവപ്പെടുന്നു. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് ടൈഗേ മേഖലയുടെ പ്രത്യേകത. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാല താപനില -13 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലത്ത് വർഷണം മഞ്ഞു വീഴ്ചയുടെ രൂപത്തിലായിരിക്കും. ശൈത്യകാലത്ത് വർഷണം എങ്ങനെയാണ്? മഞ്ഞു വീഴ്ചയുടെ രൂപത്തിലാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ ടൈഗേ കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നില്ല. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലാണ് ടൈഗേ കാലാവസ്ഥ കാണപ്പെടുന്നത് എന്നുകൂടി നമ്മൾ പ്രധാന ഒരു പോയിന്റ് ആയിട്ട് കാണേണ്ടതാണ്. കാരണം PSC ചിലപ്പോൾ അങ്ങനെ ചോദിക്കല്ലേ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ ടൈഗേ കാലാവസ്ഥ മേഖല കാണപ്പെടുന്നില്ല. എവിടെയാണ് കാണപ്പെടുന്നില്ല പറഞ്ഞത്? ദക്ഷിണാർദ്ധഗോളത്തിൽ. അപ്പോൾ എവിടെയായിരിക്കും കാണപ്പെടുക? ഉത്തരാർദ്ധഗോളത്തിൽ. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലാണ് ടൈഗേ കാലാവസ്ഥ കാണപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ കാണാത്തതെന്ന് ചോദിച്ചാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ നമുക്ക് മാപ്പ് നോക്കുമ്പോൾ അറിയാം, ഉയർന്ന അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളൊന്നും തന്നെ അവിടെ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈഗേ കാലാവസ്ഥ കാണപ്പെടുന്നില്ല. ഉപ ആർട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ് ഈ മേഖലയിൽ കൂടുതലായി വളരുന്നത്. സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യൻ ഭാഷയിൽ ടൈഗേ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സ്തൂപികാഗ്ര വൃക്ഷങ്ങളെയാണ് റഷ്യൻ ഭാഷയിൽ ടൈഗേ എന്ന് വിളിക്കുന്നത്. ഇവ ധാരാളം കാണപ്പെടുന്ന മേഖലയായതിനാലാണ് ഈ മേഖല ടൈഗേ എന്നറിയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് മനസ്സിലായില്ലേ? സ്തൂപികാഗ്ര ഹരിത വൃക്ഷങ്ങളായ പൈൻ, ഫിർ, സ്പ്രൂസ് എന്നിവയാണ് പ്രധാന സസ്യവർഗങ്ങൾ. പൈൻ, ഫിർ, സ്പ്രൂസ് എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാന സസ്യവർഗങ്ങൾ. ഉപ ആർട്ടിക് കാലാവസ്ഥയിൽ മിക്കവാറും വിളകൾ ഒന്നും തന്നെ ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ഇവിടെ കൃഷി വളരെ കുറവാണ്. മരം വെട്ടും കമ്പിളി രോമ വ്യവസായങ്ങളുമെല്ലാമാണ് പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കാനഡയിലെ ഈ മേഖലയിൽ മരം വെട്ട് വ്യവസായം വളരെ പ്രശസ്തമാണ്. ഇപ്പൊ ടൈഗേ മേഖലയുടെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശത്തോട് അടുക്കുന്തോറും സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയും എണ്ണം കുറഞ്ഞ് അവ അങ്ങിങ്ങായി മാത്രം ചുരുങ്ങുകയും ചെയ്യുന്നു. ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശത്തോട് അടുക്കുന്തോറും എന്താണ് സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയും അതുപോലെ തന്നെ എണ്ണവും കുറഞ്ഞ് അവ അങ്ങിങ്ങായി മാത്രം ചുരുങ്ങി കാണുന്നു. അതിശൈത്യ മേഖല സസ്യങ്ങളായ കുറ്റിച്ചെടികളും പായലുകളും മാത്രമേ ധ്രുവപ്രദേശത്തിനോടടുത്ത് കാണാനാകൂ. അപ്പൊ ധ്രുവപ്രദേശത്തിനോടടുത്ത് ചെല്ലും തോറും മരങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോഴേക്കും കുറ്റിച്ചെടികളും പായലുകളൊക്കെ മാത്രമായിട്ട് കാണപ്പെടുന്നു. അടുത്തതാണ് ടെൻഡ്ര മേഖല. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്ര തീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന അതിശൈത്യ മേഖലയാണിത്. ടെൻഡ്ര മേഖല ഒരു അതിശൈത്യ മേഖലയാണ്. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്ര തീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായിട്ടാണ് ഈ മേഖല വ്യാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ശൈത്യകാല താപനില -25°C മുതൽ -40°C വരെയാണ്. വേനൽക്കാലത്ത് താപനില 10°C വരെ ഉയരാറുണ്ട്. ടെൻഡ്ര മേഖലയിൽ മുഖ്യമായും മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലായിരിക്കും വർഷം. ടെൻഡ്ര മേഖലയിലെ പ്രതികൂല കാലാവസ്ഥ സാഹചര്യത്തിൽ വളരെ കുറച്ച് സസ്യങ്ങൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് മാത്രമാണ് സസ്യങ്ങൾ വളരുന്നത്. വളർച്ചാക്കാലം വളരെ കുറവായതിനാൽ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും പായലുകളുമാണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത്. എസ്കിമോ, ലാപ്പാസ് തുടങ്ങി ഈ മേഖലയിലെ തദ്ദേശീയർ അർദ്ധനാടോടി ജീവിതം നയിക്കുന്നു. മനുഷ്യ ഇടപെടലുകൾ താരതമ്യേന കുറഞ്ഞ ഇടങ്ങളാണ് ആർട്ടിക് പ്രദേശം. ഭാവിയിൽ പ്രയോജനപ്പെടാവുന്ന സാധ്യതകൾ തേടി ശാസ്ത്രജ്ഞരും പര്യവേഷകരും ഈ മേഖലയിൽ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെ, ഈ ഒരു പ്രദേശങ്ങളിൽ എന്താണ് മനുഷ്യന്റെ ഇടപെടലുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രദേശം ഭാവിയിൽ എന്തെങ്കിലും സാധ്യതകളൊക്കെ അല്ലെങ്കിൽ സാധ്യതകൾ തേടി ഭാവിയിൽ പ്രയോജനപ്പെടാവുന്ന സാധ്യതകൾ തേടിയിട്ട് ശാസ്ത്രജ്ഞരും പര്യവേഷകരൊക്കെ ഈ മേഖലയിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം. ഓരോ കാലാവസ്ഥാ മേഖലയിലും തനതായ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ജനജീവിത രീതികളും നിലവിലുണ്ട്. അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും ഓരോ കാലാവസ്ഥാ മേഖലയിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്താണ്, ഓരോ കാലാവസ്ഥാ മേഖലയിലും തനതായ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ജനജീവിത രീതികളൊക്കെ നിലവിലുണ്ട്. അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയ വികസന പ്രവർത്തനങ്ങളും എന്താണ്, ഓരോ കാലാവസ്ഥാ മേഖലയിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റം സൃഷ്ടിക്കുന്നു. അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലമുണ്ടാകുന്നതോ സ്വഭാവ വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് UN കാലാവസ്ഥാ വ്യതിയാനത്തെ നിർവചിക്കുന്നത്. കാലാവസ്ഥാ മാറ്റത്തിന്റെ കാലയളവ് ഏതാനും വർഷങ്ങൾ മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെയെന്നാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകളെ സാരമായി ബാധിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ തങ്ങളുടെ മന്ത്രിസഭാ യോഗം എവറസ്റ്റ് പർവ്വതത്തിൽ വെച്ച് ചേർന്നു. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപ് തങ്ങളുടെ മന്ത്രിസഭാ യോഗം കടലിനടിയിൽ ചേർന്നു. അപ്പൊ ഇത് രണ്ടും എന്താണ്, വേറിട്ട രണ്ട് മന്ത്രിസഭാ യോഗങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നെന്താണ്, ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ തങ്ങളുടെ മന്ത്രിസഭാ യോഗം എവറസ്റ്റ് പർവ്വതത്തിൽ വെച്ചും അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപ് തങ്ങളുടെ മന്ത്രിസഭാ യോഗം കടലിനടിയിൽ ചേർന്നതാണ് രണ്ട് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിരുന്നു വേറിട്ട രീതിയിൽ ഈ മന്ത്രിസഭാ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പർവ്വതജന്യമായ നേപ്പാളും ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപും. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഹിമാലയത്തിലെ ഹിമാനികൾ പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്.
ആഗോള താപനിലയിലുള്ള വ്യതിയാനം ഹിമാനികൾ ക്രമാതീതമായി ഉരുകുന്നതും ആവാസ വ്യവസ്ഥയിൽ അനഭിലഷണീയമായ മാറ്റങ്ങൾക്കും കാരണമാകുന്നു. സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാൻ ഇടവരും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെന്റിമീറ്റർ ഉയരുന്നുവെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇനി എന്തെല്ലാം ഘടകങ്ങളിലാണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ. അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ. ഇവയുടെ അളവ്, വിതരണക്രമം, കാലിക ക്രമം എന്നിവയിലുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആകാം. ഭൂമുഖത്തെ കാലാവസ്ഥ എക്കാലത്തും ഒരേപോലെയായിരുന്നില്ല. ഭൗമചരിത്രത്തിൽ കാലാവസ്ഥ ചാക്രികമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഹിമയുഗങ്ങളും ഹിമാന്തര യുഗങ്ങളും ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണമാണ്. സ്വാഭാവിക കാലാവസ്ഥാ മാറ്റങ്ങളോടൊപ്പം മനുഷ്യ ഇടപെടലുകളും ലോക കാലാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥാ മാറ്റത്തെ സ്വാഭാവികം, മനുഷ്യജന്യം എന്നിങ്ങനെ 2 വിധത്തിൽ തരംതിരിക്കാം. ഭൗമപ്രവർത്തനങ്ങളുടെ ഫലമായുള്ള സ്വാഭാവിക കാലാവസ്ഥാ മാറ്റം മനുഷ്യ പ്രയത്നത്താൽ നിയന്ത്രിക്കുക സാധ്യമല്ല. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിൽ പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യ ഇടപെടലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല, ആഗോളതലത്തിൽ ബഹുമുഖ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമുക്കൊരു ബോക്സിലുള്ളതാണ് ഹരിതഗ്രഹ പ്രഭാവവും ആഗോള താപനവും. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഇത്തരം വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും ഒക്കെ എന്താണ്? ഇത്തരം വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവയാണ് ഹരിതഗ്രഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഹരിതഗ്രഹ വാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമ വികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിൻ്റെ ഹരിതഗ്രഹ പ്രഭാവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അന്തരീക്ഷ വാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമവികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിൻ്റെ ഹരിതഗ്രഹ പ്രഭാവം എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗ്രഹ വാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതുമൂലം അന്തരീക്ഷത്തിന്റെ ഹരിതഗ്രഹ പ്രഭാവം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ആഗോള താപനം. അപ്പോൾ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗ്രഹ വാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ കാരണമാവുകയും അതുമൂലം എന്താണ്? അന്തരീക്ഷത്തിന്റെ ഹരിതഗ്രഹ പ്രഭാവം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഖരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നത്. ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു. ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളിലും അവയിലെ തനതായ കാലാവസ്ഥാ സവിശേഷതകളിലും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇത് തുടർന്നു കൊണ്ടേയിരുന്നാൽ കാലാവസ്ഥാ മേഖലകൾ അസ്ഥിരപ്പെടുകയും പാരിസ്ഥിതിക സന്തുലനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നഗരവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ. വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നഗരവൽക്കരണം ഒക്കെ എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന്റെ ഇടപെടലുകളാണ്.
ഇത്തരം പ്രവർത്തനങ്ങൾ കാലാവസ്ഥക്കും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടെ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ആരംഭിച്ചു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബോക്സിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ആദ്യം എന്താണ് അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ വർഷം, അതിൻ്റെ സ്ഥലം, അതിൻ്റെ ഇടപെടലുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ വായിച്ചു പോവാം. ലോക കാലാവസ്ഥാ സംഘടന വർഷം ഏതാണ്? 1950. എവിടെയാ സ്ഥലം? ജനീവയിലാണ് ലോക കാലാവസ്ഥാ സംഘടന 1950 വന്നിട്ടുള്ളത്. കാലാവസ്ഥാ സമ്മേളനങ്ങളാണ് ഇടപെടലുകൾ എന്ന കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 സ്റ്റോക്ക്ഹോമിലാണ് പരിസ്ഥിതി പരിപാലനവും വികസനവും. അടുത്തത് ഭൗമ ഉച്ചകോടി വർഷം 1992 റിയോ ഡി ജനീറോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോ. പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. അപ്പോൾ ഇടപെടലിൽ കൊടുത്തത് എന്താണ്? പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോയാണ് സ്ഥലം. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ള അന്താരാഷ്ട്ര ഉദ്യമം ഏതാണ്? അപ്പോൾ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ അടുത്തത് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇത് തമ്മിൽ വ്യത്യാസപ്പെടാറുണ്ട് കേട്ടോ. നമുക്ക് പലപ്പോഴും ഈ ഒരു പേര് മാറിപ്പോവാറുണ്ട്. ഒന്ന് ക്യോട്ടോ പ്രോട്ടോകോളാണ്, അടുത്തത് മോൺട്രിയൽ പ്രോട്ടോകോളാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ വർഷം 1987 മോൺട്രിയലിലാണ് സ്ഥലം. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഇടപെടൽ എന്ന കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് പാരീസ് ഉടമ്പടി 2015 പാരീസിലാണ്. ആഗോള താപന വർധനവ് കുറക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. അടുത്ത G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിലാണ്. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം എന്നിവയൊക്കെ G20 ഉച്ചകോടിയുടേതാണ്. ഒന്നുകൂടെ പറയാം, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ലോക കാലാവസ്ഥാ സംഘടന 1950 ജനീവ കാലാവസ്ഥാ സമ്മേളനങ്ങളാണ്. സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 സ്റ്റോക്ക്ഹോം പരിസ്ഥിതി പരിപാലനവും വികസനവും. ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോ പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 മോൺട്രിയൽ ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. പാരീസ് ഉടമ്പടി 2015 പാരീസ് ആഗോള താപന വർധനവ് കുറക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. G20 ഉച്ചകോടി 2023 ന്യൂഡൽഹി. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഹരിത വികസനം, കാലാവസ്ഥാ, ധനകാര്യം, സമഗ്ര വികസനം. അപ്പോൾ ഇത്രയാണ് ആ ഒരു ബോക്സിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. നന്നായിട്ട് തന്നെ പഠിക്കുക. വർഷങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പഠിക്കുക. കാലാവസ്ഥാ മാറ്റം പൂർണ്ണമായി തടയാൻ സാധിക്കുകയില്ല, എന്നാൽ കാലാവസ്ഥാ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന മനുഷ്യ ഇടപെടലുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ കാലാവസ്ഥാ മാറ്റം പൂർണ്ണമായും തടയാൻ സാധിക്കുകയില്ല, എന്നാൽ എന്താണ്? കാലാവസ്ഥാ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന മനുഷ്യന്റെ ഇടപെടലുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്ത ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാലാവസ്ഥാ അഭയാർത്ഥികൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സംഭവിക്കുന്ന വരൾച്ച, പ്രളയം, മരുഭൂവൽക്കരണം, സമുദ്രനിരപ്പ് ഉയരൽ, കടലേറ്റം തുടങ്ങിയ ദുരന്തങ്ങളുടെ ആഘാതത്താൽ അനേകം ആളുകൾ നിർബന്ധപൂർവം കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവർ മറ്റു പ്രദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇത്തരം കുടിയേറ്റമാണ് കാലാവസ്ഥാ കുടിയേറ്റം. ഏകദേശം 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥാ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് UN കണക്ക് സൂചിപ്പിക്കുന്നു. കാലാവസ്ഥാ സംബന്ധമായ പ്രതിഭാസങ്ങൾ മൂലം തങ്ങളുടെ വാസസ്ഥലവും ജീവനോപാധികളും ഉപേക്ഷിക്കേണ്ടി വന്നവരാണ് കാലാവസ്ഥാ അഭയാർത്ഥികൾ.
സ്ഥിര വിഭവ വിനിയോഗം സാധ്യമാക്കിക്കൊണ്ട് വ്യവസായ വികസന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നതിന് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളൊരു ഇതാണ്. ചർച്ചാ സൂചകങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അനുദിനം വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം സാധ്യമാക്കുന്നവരാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം സാധ്യമാക്കുന്നവരാണ്. കാലാവസ്ഥയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പോലും വലിയ രീതിയിൽ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രദേശത്തെയോ രാജ്യത്തെയോ മാത്രമായി ബാധിക്കുന്ന പ്രശ്നമല്ല എന്നതിനാൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം യോജിച്ച് പ്രവർത്തിക്കേണ്ടത് മനുഷ്യജീവിതത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല. എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക്